എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? സോ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സ്മിറ്റൻ ആപ്പ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ. സ്മിറ്റൻ ആപ്പിനെ ബേസ് ചെയ്ത് നമ്മൾ കുറെ അധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ട്രയൽ പോയിന്റ്സ് യൂസ് ചെയ്ത് ട്രയൽ പ്രൊഡക്ട്സ് മേടിക്കുന്നതിനെ പറ്റിയും, അതുപോലെ റെഫർ ചെയ്ത് ഫ്രീ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റിയും, റെഫർ ചെയ്യാതെ ഫ്രീ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റിയും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്മിറ്റൻ ആപ്പിന്റെ പ്രൊഡക്ട്സ് ഒക്കെ കാണിച്ചൊരു വലിയ അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ വീഡിയോസ് നമ്മൾ സ്മിറ്റൻ ആപ്പിനെ ബേസ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിലൊക്കെ എനിക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കിട്ടുന്ന അതായത് സ്മിറ്റൻ ആപ്പിൽ നിന്ന് ഈ ഒരു പ്രൈസിന് നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് ഒക്കെ ശരിക്കും നല്ലതാണോ, ഇതൊക്കെ ജെന്യുവിൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണോ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എനിക്ക് വരാറുള്ള കുറച്ച് കമന്റ്സ് എന്ന് പറയുന്നത്. കാരണം 200 രൂപയ്ക്ക് ഇത്രയും നല്ല ബ്രാൻഡിന്റെ ഒക്കെ പ്രൊഡക്ട്സ് നമുക്ക് ഇങ്ങനെ ട്രയൽ ചെയ്ത് നോക്കാനായിട്ട്, ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് അല്ല 6, 7, 8 പ്രൊഡക്ട്സ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു 200 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പോ ഈ പ്രൊഡക്ട്സ് ഒക്കെ നല്ലതായിരിക്കുമോ എന്ന് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോ ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ കുറച്ചധികം സ്മിറ്റൻ പ്രൊഡക്ട്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ റിവ്യൂ ആണോ ഞാൻ പറയുന്നത്. ഇത് നല്ലതാണോ ചീത്തയാണോ, യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ചില പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അറിയാലോ, ഷോർട്സിന്റെ ഒക്കെ മാക്സിമം ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്. അതിൽ പറഞ്ഞു തീർക്കാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയിട്ടുണ്ടാവില്ല എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ആദ്യമേ പറയാം, ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല. ഞാൻ ഓൾറെഡി സ്മിറ്റൻ ആപ്പിൽ നിന്ന് മേടിച്ച് വെച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അതിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് വീണ്ടും മേടിച്ച പ്രൊഡക്ട്സ് ഉണ്ട്. ഒരു തവണ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെടാണ്ട് അങ്ങനെ തന്നെ മാറ്റിവെച്ച പ്രൊഡക്ട്സ് ഉണ്ട്. അങ്ങനെ ഒരു ഡിഫറെന്റ് കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സ് അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ജെനുവിൻ റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എല്ലാ പ്രൊഡക്ട്സും എനിക്ക് ഒറ്റ വീഡിയോ കൊണ്ട് ഇങ്ങനെ റിവ്യൂ ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്ട്സിന്റെ റിവ്യൂ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് അടുത്ത ഒരു പാർട്ടായിട്ട് ഇത് ചെയ്യാം കേട്ടോ. അപ്പോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ, ഹായ്, ഐ എം സാൻഡ്ര, വെൽക്കം ടു മൈ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോ ഫസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്യാൻ എടുക്കുന്നത് ഇതാ ഈ ഒരു സ്ലിംഗ് ബാഗ് ആണ് കേട്ടോ. ഇത് ഓൾറെഡി നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇതിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇതിനെപ്പറ്റി 10 പറയാനുണ്ട്. ഓരോ പ്രൊഡക്ട്സിന്റെയും എത്ര ട്രയൽ പോയിന്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഞാനത് നോക്കിയിട്ട് വീഡിയോയുടെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോ ഈ ഒരു സ്ലിംഗ് ബാഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഓൾറെഡി അറിയാം സ്മിറ്റൻ ആപ്പിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സും ബ്യൂട്ടി പ്രൊഡക്ട്സും മാത്രമല്ല ഇങ്ങനത്തെ കുറച്ച് ആക്സസറീസ് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ മേടിച്ചിട്ടുണ്ടായ ഒരു ബാഗ് ആയിരുന്നു കേട്ടോ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ്. ഇങ്ങനെ പെട്ടെന്ന് കീറിപ്പോവും, അങ്ങനത്തെ പെട്ടെന്ന് ചീത്തായി പോകുന്ന ഒരു മെറ്റീരിയൽ അല്ല. പിന്നെ ഇതിന് ഒരു സെക്ഷനാണ് കേട്ടോ വരുന്നത്. കണ്ടോ, ഇതിന്റെ അകത്ത് ഒരു സെക്ഷനാണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു സെക്ഷനാണ്. നമുക്ക് ഫോണും അങ്ങനത്തെ ആക്സസറീസ് ഒക്കെ വെക്കാനായിട്ട്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് പറ്റുന്ന ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗ് തന്നെയാണ്. പിന്നെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളി ബാഗാണ്. നമുക്ക് ട്രഡീഷണൽ വെയറിന്റെ കൂടെ ആണെങ്കിലും വെസ്റ്റേൺ വെയറിന്റെ കൂടെ ആണെങ്കിലും നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ചെയിനിന് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. റിമൂവബിൾ ചെയിൻ ആണ് കേട്ടോ. കണ്ടോ, ഇവിടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെയിൻ ആണ്. ഇതൊക്കെ അടിപൊളിയാണ്. പക്ഷെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം ഇതിന്റെ ഈ ഒരു ചെയിൻ തന്നെയാണ്. കാരണം ഞാൻ പുറത്ത് പോകുമ്പോൾ 1-2 തവണയാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ബാഗ്. പക്ഷെ ഇത് പെട്ടെന്ന് ഈ ഒരു ചെയിനിന്റെ കളർ പോയിട്ടോ. വന്നപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആയിരുന്നു, ഇപ്പൊ ഒരു ബ്രൗൺ ബ്ലാക്ക്, അങ്ങനെ പെട്ടെന്ന് കളർ പോയ ഒരു ചെയിനാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ എന്തോരം വിസിബിൾ ആവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷെ പെട്ടെന്ന് കളർ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ചെയിനിന്റെ ഈ ഒരു സംഭവം നമ്മുടെ ഹെയറിലാണെങ്കിലും ഡ്രസ്സിലാണെന്നുണ്ടെങ്കിലും ഒക്കെ പെട്ടെന്ന് ഉടക്കി പിടിക്കുന്ന ഒരു ടൈപ്പ് വരുന്ന ചെയിനാണ്. കണ്ടോ, എന്റെ മുടി വരെ ഇതിന്റെ അകത്ത് പൊട്ടിയിരിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലാണ്. അപ്പൊ നമുക്ക് ഇടാനൊക്കെ കുറച്ച് അത്രയ്ക്ക് കംഫോർട്ടബിൾ അല്ല. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉടക്കി ഇവിടെ ഡ്രസ്സിന്റെ ഒക്കെ ആകെ സ്റ്റിച്ചൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു പരുവത്തിലുള്ള ഒരു ചെയിനാണ്. ചെയിൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ അല്ല, പക്ഷെ ബാഗിന്റെ ക്വാളിറ്റി ഒക്കെ ഓക്കെ ആണ്. അപ്പോ ഇതാണ് ഈ ഒരു ബാഗിനെ പറ്റി എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇതിന്റെ എത്ര കോയിൻസ് ആണ്, എത്ര ബക്സ് ആണ് ഈ ഒരു ബാഗിന് വരുന്നത്, എത്ര ട്രയൽ പോയിന്റ് ആണെന്നുള്ളതൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നിട്ട്. ഇത് ഡെർമാക്കോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ 2% സാലിസിലിക് ആസിഡ് ഫേസർ ആണ്. ഇത് ഞാൻ സ്മിറ്റൻ ആപ്പിൽ നിന്ന് ഒരു തവണ മേടിച്ച് യൂസ് ചെയ്ത് തീർത്തിട്ട് പിന്നെ ആമസോണിൽ നിന്നും ഇതേപോലെ തന്നെ 10 ml ന്റെ ഒരു ബോട്ടിൽ മേടിച്ചതാണ് കേട്ടോ. ഇതും ഏകദേശം തീരാറായിട്ടുണ്ട്. ഇവിടം വരെ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ്. നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. എന്റെ ഒരു ഓയിലി സ്കിന്നാണ്. ഓക്കെ,
അപ്പോൾ എനിക്കിങ്ങനെ ഫേസിൽ പിമ്പിൾസ് ഒക്കെ വരുമ്പോൾ ഞാൻ കൂടുതലും ഈ ഒരു സിറാണ് ചൂസ് ചെയ്യാറ്. പെട്ടെന്ന് നമ്മുടെ പിമ്പിൾസ് ഒക്കെ കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിമ്പിൾസ് മാത്രമല്ല, നമ്മുടെ ഫേസിലുള്ള ആക്നേസ് ഒക്കെ നല്ല രീതിയിൽ ഇത് കുറയ്ക്കുന്നുണ്ട്. പിന്നെ എന്റെ ഒരു ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ പിമ്പിൾസ് വരുന്ന സമയത്ത് ഡെയിലി ഇത് ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഡ്രൈ സ്കിൻ ഉള്ളവർ ഇത് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ഞാൻ അത്ര പ്രിഫർ ചെയ്യില്ല. കാരണം ഇതിന്റെ അകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡ് ആണ്. ഇത് നമ്മുടെ ഫേസ് കുറച്ചും കൂടെ ഡ്രൈ ആക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പോൾ ഡെയിലി ഇത് ഡ്രൈ സ്കിൻ ഉള്ളവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫേസ് ഡ്രൈ ആയി പോകും. പിന്നെ ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് വരുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് ഓക്കെ ആണോ എന്ന് നോക്കുക. എന്നിട്ട് മാത്രം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുക. കാരണം ഒരേ സ്കിൻ ടൈപ്പ് ആണ്, ഓയിലി സ്കിൻ ആണ്, ഡ്രൈ സ്കിൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്കിത് എല്ലാവർക്കും സ്യൂട്ട് ആവണം എന്നില്ല. അപ്പൊ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രം ഇതൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. സോ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട്. ഇത് പ്ലമ്മിന്റെ ഒരു ക്ലെൻസിങ് ബാം ആണ് കേട്ടോ. ഇത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, കാരണം യൂസ് ചെയ്ത് അത്രയും വൃത്തികേടായിട്ട് ഇരിക്കുകയാണ്. ഞാൻ സൈഡിൽ എന്റെ പിക്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ഫേസിലുള്ള മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മെയിൻലി ഐ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ, ഇപ്പോൾ നമുക്ക് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാരോ ഐലൈനർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അതിനാണ് ഞാൻ യൂസ് ചെയ്യുക. ഫേസിൽ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ ഡ്രൈ നോർമൽ കോമ്പിനേഷൻ ആ ഒരു സ്കിൻ ടൈപ്പിലുള്ളവർക്കാണ് ഇത് ഫേസിൽ യൂസ് ചെയ്യുക. എന്റെ ഒരു ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാനിത് ഫേസിൽ യൂസ് ചെയ്യാറില്ല. പകരം ഐ മേക്കപ്പ് ഒക്കെ കളയാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഇത് യൂസ് ചെയ്യുക. നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോഴേ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വീടിന്റെ അടുത്തായിട്ടൊരു പണി നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സൗണ്ടും കൂടെ വരുന്നതുകൊണ്ട് ഞാനിപ്പോ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതൊരു ഫേഷ്യൽ റേസർ ആണ്. ബോംബെ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ഫേഷ്യൽ റേസർ ആണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു അറിയാത്ത ബ്രാൻഡിന്റെ ഫേഷ്യൽ റേസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് എനിക്ക് നല്ല പേടിയാണ്. പക്ഷെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പക്ഷെ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഫേഷ്യൽ ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് കുറവാണ്, കൂടുതലും ഐബ്രോസ് ഒക്കെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യാറ് കേട്ടോ. സോ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, അഫോർഡബിളും ആണ്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് കുറച്ച് നാളായിട്ട് ഈ ഒരു റേസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെറ്റഫൈലിന്റെ ഈ ഒരു ക്ലെൻസർ ആണ്. ഇത് ഓയിലി സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ക്ലെൻസർ ആണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ഫാർമസീസിലും സെറ്റഫൈലിന്റെ പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ ഈ സെറ്റഫൈൽ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ക്ലെൻസറിന്റെ ഫുൾ സൈസ് വരുന്ന പ്രൊഡക്റ്റിന് അത്യാവശ്യം നല്ലോണം റേറ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മളിത് ഫുൾ സൈസ് വരുന്ന പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ചിട്ട് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് ഓക്കെ ആയില്ലെങ്കിൽ ആ ഒരു പൈസ പോയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ട്രയൽ പ്രൊഡക്ട്സ് സ്മിറ്റണിൽ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് സ്മിറ്റൺ പ്രൊഡക്ട്സ് തന്നെ വരുന്നത്. അടുത്ത പ്രൊഡക്റ്റ് കാണുമ്പോൾ ഒരു PVC പൈപ്പിന്റെ ലുക്ക് ഉണ്ടെങ്കിലും സംഭവം ലിൻഡ് റിമൂവർ ആണ് കേട്ടോ. അതായത് മെയിൻലി പെറ്റ് പാരന്റ്സിനായിരിക്കും ഇത് യൂസ്ഫുൾ ആവുക. വീട്ടിൽ പട്ടിയോ പൂച്ചയോ ഒക്കെ വളർത്തുന്നവർക്കായിരിക്കും കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുക. ഇവരുടെയൊക്കെ ഹെയർ നമ്മുടെ ഡ്രസ്സിലും സോഫയിലും അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ആവാനായിട്ട് ഭയങ്കര ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് കൊട്ടിക്കഴിഞ്ഞാലും തുടച്ചു കഴിഞ്ഞാലൊക്കെ പോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ ഒരു സ്റ്റിക്കർ പോലെ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഒരു റോള് നമ്മൾ മാറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രസ്സിലോ എവിടെയാണോ ഹെയർ ഉള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്കറിൽ മൊത്തം ആ ഒരു ഹെയർ പറ്റിപ്പിടിക്കും. കംപ്ലീറ്റ് ആയിട്ട് അതിലുള്ള ഹെയർ മൊത്തം ഇതിലേക്ക് ആയിക്കോളൂ കേട്ടോ. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് പറിച്ചു കളഞ്ഞാൽ മതി. അത്യാവശ്യം നല്ലോണം റോൾ ഉണ്ട് കേട്ടോ ഇതിന്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട്. ഇത് ആക്ടിവേറ്റഡ് ചാർക്കോൾ ആൻഡ് ടീ ട്രീയുടെ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി എനിക്ക് നല്ലതും പറയാനില്ല ചീത്തയും പറയാനില്ല, ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ. കാരണം ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് പിമ്പിൾസോ അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പോസിറ്റീവായിട്ട് എനിക്കൊന്നും പറയാനില്ല. ജസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആക്കും. അങ്ങനെ ഒരു ഫേസ് വാഷിന്റെ പർപ്പസ് മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നുള്ളൂ കേട്ടോ. ഇനി ഈ 3 പ്രൊഡക്ട്സ് ഞാൻ ഒരുമിച്ച് റിവ്യൂ ചെയ്യാം കേട്ടോ. കാരണം ഇത് എം കഫേന്റെ ഹെയർ കെയർ റേഞ്ചിൽ വരുന്ന 3 പ്രൊഡക്ട്സ് ആണ്. ഇതിൽ ഹെയർ ഓയിൽ വരുന്നുണ്ട്, ഹെയർ മാസ്ക് വരുന്നുണ്ട്, ഷാമ്പു വരുന്നുണ്ട്. ഈ 3 പ്രൊഡക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ള രീതിയിലത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഹെയർ ഫ്രിസി ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. നല്ല സ്മൂത്ത് ആയിട്ട് നമ്മുടെ ഹെയർ കിടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലിനേക്കാളും കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ടെക്സ്ചർ ആണ് ഇതിൽ വരുന്നത്. സോ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എം കഫേന്റെ ഹെയർ ഓയിൽ ആണ് കേട്ടോ. ഇതൊരു ക്രീമി ഹെയർ ഓയിൽ ആണ്. കണ്ടോ, ഒരു ക്രീം ടെക്സ്ചറിലാണ് ഇത് വരുന്നത് കേട്ടോ. ഹെയർ ഓയിൽ മാത്രമല്ല, ഹെയർ മാസ്ക് ആണെങ്കിലും ഷാമ്പു ആണെങ്കിലും ഒക്കെ ഈ ഒരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ വരുന്നത്. അപ്പൊ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കാനൊക്കെ ആയിട്ട് നല്ല ഷൈൻ ആയിട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 10 പ്രൊഡക്ട്സ് എന്തോ സ്മിറ്റൺ പ്രൊഡക്ട്സ് എന്തോ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറെ ചവറ് പോലെ കുറെ പ്രൊഡക്ട്സ് ഒക്കെ ഒറ്റ വീഡിയോയിൽ തന്നെ റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഏത് പ്രൊഡക്ട്സ് ആണോ റിവ്യൂ ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.